ഹലോ വെൽക്കം ബാക്ക് ടു ബയോബ്രെയിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന RNA ഇന്റർഫിയറൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഒരു പിക്ചർ ആണ്. അതും RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്ന വൈറസുകളുടെ മെക്കാനിസം ആണ്. ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻഫെക്ട് ചെയ്യുന്നത്, തുടർന്ന് ഹോസ്റ്റ് സെല്ലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും RNA ഇന്റർഫിയറൻസും ടെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് പഠിപ്പിക്കുന്നിടത്ത് ഇതിനൊക്കെ എന്താ പ്രസക്തി? പക്ഷെ ഇത് മനസ്സിലാക്കിയാലാണ് RNA ഇന്റർഫിയറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് RNA ഇന്റർഫിയറൻസ് അല്ല. ഈ പിക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസ് ഒരു യൂക്കാരിയോട്ടിക് ഹോസ്റ്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്താൽ ഉണ്ടാവുന്ന സിമ്പിൾ നോർമൽ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ് ആണ്. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് അതിനെ തുടർന്നുണ്ടാവുന്ന RNA ഇന്റർഫിയറൻസ് ഡിഫൻസ് ആണ്. ഹോസ്റ്റ് സെല്ല് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഈ RNA എന്ന് പറയുന്നത് സാധാരണ യൂക്കാരിയോട്ടിക് സെല്ലിലൊന്നും നോർമലി കാണുന്നതല്ല. നോർമൽ ആയിട്ട് കാണുന്ന RNA എങ്ങനത്തെയാണ്? നമ്മുടെ അറിവുകളിലുള്ള RNA എന്ന് പറയുന്നത് പോലെയുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് അല്ലെ? അപ്പോ യൂക്കാരിയോട്ടിക് സെല്ലിൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA എങ്ങനെ വരും? അതിന് ഒരേ പോസിബിലിറ്റി ഉള്ളൂ ഇതുപോലെ ഉള്ള വൈറസുകള് പാത്തോജൻസ് which is having their genetic material as double stranded RNA. ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. ആരുടെ? ഈ വൈറസുകളുടെ ഒക്കെ ഇതുപോലെയുള്ള ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA-കളായിരിക്കും. നമ്മളിൽ കാണുന്ന RNA വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും അവരിൽ കാണാൻ പറ്റും. അപ്പൊ അവര് ഈ യൂക്കാരിയോട്സിനെ ഇൻഫെക്ട് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ യൂക്കാരിയോട്ടിക് സെല്ല്, അപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. ഓക്കെ, ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. അപ്പൊ അതിനകത്തൊരു ഡബിൾ സ്ട്രാൻഡ് RNA വരാനുള്ള ഒരേ ഒരു ചാൻസ് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ കേസുകളിലാണ്. അപ്പൊ അവർ ഡബിൾ സ്ട്രാൻഡഡ് RNA വൺസ് ഇതിനകത്തോട്ട് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA-യിൽ നിന്നും ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഈ mRNA-യിൽ നിന്ന് അവരൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസുകളായിരിക്കും. സോ ഇത് നോർമൽ ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന നോർമൽ ലൈഫ് പ്രോസസ് ആണ്. പക്ഷെ യൂക്കാരിയോട്ട് ഇത് സമ്മതിച്ചു കൊടുക്കും ഇല്ല. കാരണം ഇത് യൂക്കാരിയോട്ടിന്റെ ബോഡിയാണ്, അല്ലെങ്കിൽ അവരുടെ സെല്ലാണ്. സോ അവരുടെ ബോഡിയിൽ നോർമലി കാണാത്തൊരു വസ്തുവിന്റെ ഇതുപോലെയുള്ള റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒന്നും അവർ സമ്മതിക്കില്ല. സോ അവരെന്ത് ചെയ്യുന്നു? അവർ RNA ഇന്റർഫിയറൻസ് വഴി അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ഈ ഒരു സംഭവത്തിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എസ്പെഷ്യലി ഇവര് ട്രൈ ചെയ്യാൻ നോക്കുന്നത് ഈ mRNA-നെ ബ്ലോക്ക് ചെയ്യാനാണ്. ഓക്കെ, ഈ mRNA-നെ ഇൻഹിബിറ്റ് ചെയ്യാനാണ്, അവരുടെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ഇവർ ഇൻഹിബിറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരും ഇൻഹിബിറ്റഡ് ആവും. ദാറ്റ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന mRNA നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ നമുക്ക് ഇന്റർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നാണ് ഈ കാണിച്ചിട്ടുള്ളത് സെക്കൻഡ് പിക്ചറിൽ. ഞാൻ എല്ലാ എൻസൈമിന്റെയും പേരൊന്നും പറയുന്നില്ല RNA ഇന്റർഫിയറൻസിൽ, കാരണം അത് കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് RNA-യാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് വൈറസിന്റെയാണ്. സോ ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA വൺസ് നമ്മുടെ ബോഡിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ ഡൈസർ എന്ന് പറയുന്ന ഒരു എൻസൈം, ഇറ്റ്സ് എ കട്ടിങ് എൻസൈം. ഓക്കെ, കട്ടിങ് എൻസൈം. ഈ കട്ടിങ് എൻസൈം വന്ന് ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA-നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറ്റും. ഈ കുഞ്ഞു കുഞ്ഞു പീസസിന്റെ പേരാണ് siRNA എന്ന് പറയുന്നത്. എന്താണ് siRNA? ഇതുപോലെയുള്ള കുഞ്ഞി ഷോർട്ട് ഒരു 20 ബേസ് പെയർ ലെങ്ത് ഒക്കെ മാത്രം വരുന്ന ഇതുപോലുള്ള സ്മോൾ siRNA ആയിട്ട് ഇതിനെ മാറ്റും. ഈ siRNA എന്ന് വെച്ചാൽ സ്മോൾ ഇന്റർഫിയറൻസ് RNA. ഈ സ്മോൾ ഇന്റർഫിയറൻസ് RNA-കള്
ഇനി എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഈ ഓറഞ്ച് കളറിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. ദാറ്റ് ഈസ് RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനുമായിട്ട് പോയിട്ട് യോജിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞ് siRNA ഇവിടെ പോയിട്ട് ഇതുപോലുള്ള കോംപ്ലക്സുമായിട്ട് യോജിക്കും. എന്നിട്ട് റിസ്ക് എന്ന് പറയുന്ന പ്രോട്ടീനുമായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കും. അതായത് അവർ ഒരുമിച്ച് യോജിച്ച് നിൽക്കുന്നതാണ് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള എന്നാൽ ഷോർട്ട് ആയിട്ടുള്ള siRNA-കളില്ലേ, അവര് അൺബൈൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഡബിൾ സ്ട്രാൻഡഡ് എന്നുള്ള കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് അവരിതുപോലെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള siRNA ആയിട്ട് മാറും. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡഡ് siRNA. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇവിടുത്തെ mRNA ഇല്ലേ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് വൈറസിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള mRNA, അതായത് അവരുടെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന mRNA-യുമായിട്ട് ഇവര് കോംപ്ലിമെന്ററി ആയിരിക്കും. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഈ RNA, അതിലെ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ നിന്നും കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കുമല്ലോ ഈ mRNA ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് സെപ്പറേറ്റ് ആവുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അൺവൈൻഡ് ആവുന്നു, അൺവൈൻഡ് ചെയ്തിട്ട് സപ്പോസ് ഇവിടെയും ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA ഇവിടെ ഒരെണ്ണം ഉണ്ടായെന്ന് വിചാരിക്കും. ഇതിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ഒരെണ്ണം ഈ mRNA ആയിട്ട് കോംപ്ലിമെന്ററി ആയിരിക്കും അല്ലെ, കാരണം ഒന്നിനെ ബേസിൽ വെച്ചിട്ടായിരിക്കും മറ്റേത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള siRNA വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ഇവരും സ്വാഭാവികമായിട്ടും ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA കണ്ടീഷനിലേക്ക് വരികയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഡബിൾ സ്ട്രാൻഡഡ് RNA കണ്ടീഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ അവർ mRNA ആയിരുന്നു, മീൻസ് അവർ പ്രോട്ടീൻ വെച്ചിരിക്കുകയായിരുന്നു, അവരുടെ tRNA വന്ന് ബൈൻഡ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ മീതെ കയറി വന്ന് ഒരു siRNA ഇരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ? ട്രാൻസ്ലേഷൻ അതോടുകൂടി, അതായത് പ്രോട്ടീൻ സിന്തസിസ് അതോടുകൂടി ബ്ലോക്ക് ആവാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് സാധാരണ യൂക്കാരിയോട്ടിക് സെൽ നടക്കുന്ന ഒരു RNA ഇന്റർഫിയറൻസ് മെക്കാനിസം. ഇത് സയന്റിസ്റ്റുകൾ കണ്ടെത്തി. ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ യൂക്കാരിയോട്സിനകത്ത് ഉണ്ടെന്ന് കണ്ടെത്താണ്. ഞാൻ ഇത് റേസ് ചെയ്യാണ്. ഇനി നമ്മൾ പോകുന്നത് ടുബാക്കോയ്ക്കാണ്. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ മെക്കാനിസത്തിനെ എന്തുകൊണ്ട് നമുക്ക് ഒരു ടുബാക്കോ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാന്ന് അവർ ചിന്തിക്കുകയാണ് ചെയ്തത്. അതായത് സാധാരണ ടുബാക്കോ പ്ലാന്റ്സിലെ നെമറ്റോഡ്സുകൾ അറ്റാക്ക് ചെയ്യാണ്. നെമറ്റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏതാണെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുബാക്കോ പ്ലാന്റ്സിന് നമുക്കറിയാം ഭയങ്കര ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഈ വേൾഡിലുണ്ട്. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുപോലും കുറയാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിന് അത്രയും ഡിമാൻഡ് ഉണ്ട്. സോ ഈ ചില വേംസ് പോലെയുള്ള, റൗണ്ട് വേംസ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു നെമറ്റോഡ്സുകള് ഈ ടുബാക്കോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. ഓക്കെ, അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോ എന്തുണ്ടായി? അവരുടെ റൂട്ട്സിനെയാണ് അറ്റാക്ക് ചെയ്യാൻ നോക്കിയത്. ഞാൻ ഒരു പിക്ചറിൽ വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഇതാണ് ടുബാക്കോ പ്ലാന്റ് എന്ന് വിചാരിക്കും. ടുബാക്കോ പ്ലാന്റിന്റെ റൂട്ട്സ് ആണ് ഈ ഭാഗങ്ങളൊക്കെ. ഓക്കെ, ഇതതിന്റെ മുകൾ ഭാഗങ്ങളാണ്, സോയിൽ ഭാഗമാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഈ റൂട്ട്സ് ഭാഗത്തൊക്കെ ആയിട്ട് എന്താ പറയാ, ഇതുപോലെയുള്ള നെമറ്റോഡ്സുകൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. നെമറ്റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് വേംസുകളാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയ നോട്ട്സ്, അതായത് കെട്ട് പോലെ, ഇങ്ങനെ കെട്ട്, നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെമറ്റോഡ്സ് വന്നിട്ട് ഈ റൂട്ട്സിനെ തിന്നുന്നു. കാരണം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ റൂട്ട്സ് ഇല്ലാതെയാകുമ്പോൾ പ്ലാന്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ട് ഭക്ഷണം നെമറ്റോഡിന്റെ ഭക്ഷണമായി പോയി. അതുകൊണ്ടാണ് അവരത് കഴിക്കാൻ വരുന്നത്. അങ്ങനെ വന്നപ്പോ ഈ പ്ലാന്റിന്റെ ഈൽഡ് നന്നായി കുറയാൻ തുടങ്ങി. ഓക്കെ, ഇതുപോലെയുള്ള റൗണ്ട് വേംസ് എന്ന് പറയും, കുഞ്ഞു കുഞ്ഞ്
വേംസ് ആണ്. അവരാണ് ഈ വന്നിട്ട് ഇതൊക്കെ പോയിട്ട് തിന്നുന്നത്. ഓക്കെ, അവരിങ്ങനെ തിന്നുമ്പോ ഈ റൂട്ട് നോട്ട് പോലെയുള്ള കണ്ടീഷൻസ് വരും. അവര് ഈ അറ്റാക്ക് നിർത്തണം, എന്നാലേ ഈൽഡ് കൂടുള്ളൂ എന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. സോ എന്ത് ചെയ്തു സയന്റിസ്റ്റുകൾ ഈ RNA ഇന്റർഫിയറൻസും ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പ്ലസ് ഇങ്ങനെ ഒരു കണ്ടീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നെമറ്റോഡിന്റെ ഈ അറ്റാക്ക്. അപ്പൊ അത് ഇല്ലാതാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടി അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെമറ്റോഡിന്റെ അതിന്റെ ബോഡിയിൽ നിന്ന് കുറച്ച് ജീൻസുകള്, ഓക്കെ, നെമറ്റോഡിന്റെ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. മെലോയിഡി ഗൈൻ ഇൻ ഒഗ്നീഷ്യ, ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആ പേര്. ഈ നെമറ്റോഡ് എം ആണ് കേട്ടത്. ഈ നെമറ്റോഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവന്റെ കുറച്ച് ജീൻസ് നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പണി ചെയ്യാൻ പറ്റും. അതായത് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്ലാന്റ് സെൽ നമ്മൾ എടുക്കും. ഓക്കെ, വേറൊരു കളറിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ടുബാക്കോടെ ഈ പ്ലാന്റ് സെൽ ഇങ്ങോട്ട് എടുക്കും. ഇതാണ് ടുബാക്കോടെ പ്ലാന്റ് സെൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ നെമറ്റോഡിന്റെ ബോഡിക്കകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ചില ജീൻസുകൾ, ഇതാണ് ആ ജീൻസ് എന്ന് വിചാരിക്കേ. അതിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ജീൻസുകളാണ്. അതിങ്ങോട്ട് എടുത്തു. ഓക്കെ, വേറൊരു കളർ എടുക്കട്ടെ. ഇതാണ് അവരുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത ജീൻസ്. ഈ ജീൻസിൽ നിന്ന് ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയാം? RNA ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAക്കകത്ത് ഒരു അതുപോലുള്ള 2 സ്ട്രാൻഡുകൾ ഉണ്ടായിരിക്കും. ഈ 2 സ്ട്രാൻഡിൽ നിന്ന് 2 തരം RNA നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഒരു സെൻസ് RNAയും മറ്റൊന്ന് ഒരു ആന്റി സെൻസ് RNA നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സെൻസ് ആൻഡ് ആന്റി സെൻസ് RNA. ഈ 2 RNAകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാറില്ല. കാരണം നോർമലി അത് ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ല ഡബിൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെമറ്റോഡ്സിലായാലും അത് അങ്ങനെ നടക്കില്ല. അവർക്ക് ഏതെങ്കിലും ഒരു RNA മതി, അതിൽ നിന്ന് mRNA, അതിൽ നിന്ന് പ്രോട്ടീൻ, അങ്ങനെയാണ് പോവുക. അപ്പൊ നോർമൽ അല്ല ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA കണ്ടീഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ, വൈറസ് അറ്റാക്ക് ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇതുപോലെയുള്ള കണ്ടീഷൻസ് വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെമറ്റോഡിന്റെ ബോഡിയിൽ നിന്ന് ഈ 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA എടുത്തു, അതിന്റെ ജീൻസ് എടുത്തു, അതിൽ നിന്ന് 2 RNA ഉണ്ടാക്കി, സെൻസും ആന്റി സെൻസും ഉണ്ടാക്കി. എന്നിട്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA നമ്മള് siRNA മെക്കാനിസം ഇല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞേ പീസസ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കുന്ന ആ പരുവത്തിൽ നമ്മൾ അതിനെ ആക്കി വെച്ചു. ഓക്കെ, ഈ ഒരു പ്ലാന്റ് സെല്ലിന്റെ ഉള്ളില് അങ്ങനെ കുഞ്ഞേ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAകളെ ഇതുപോലെ നിർമ്മിച്ചു വെച്ചു. അപ്പൊ ഇതിനകത്ത് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇവരെങ്ങനെയാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഈ ഒരു പ്ലാന്റ് സെല്ലിലേക്ക് കൊണ്ടുവന്നതെന്നറിയോ? ഒരു അഗ്രോ ബാക്ടീരിയം ടൂമിഫേഷ്യൻസ്, ഇങ്ങനെ ഒരു വെക്ടറിന്റെ കാര്യം നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ വെക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിൽ നിന്ന് 2 RNAകൾ ഉണ്ടാക്കിയതും, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കിയതും അതിൽ നിന്ന് തുടർന്ന് siRNA ഉണ്ടാക്കിയതും. ഈ siRNA ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ നെമറ്റോഡ്സ് വൺസ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുമല്ലോ. ഓക്കെ, ഇത് നെമറ്റോഡ്സ് ആണ്, ഈ റൗണ്ട് വേംസ്. ഇതിനെ വന്ന് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക?
ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള siRNA ഷോർട്ട് siRNAകൾ നമ്മുടെ നെമറ്റോഡ്സിന്റെ ഉള്ളിലോട്ട് പോകും. ഓക്കെ, ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. നെമറ്റോഡ്സിന്റെ ബോഡിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ബോഡിക്കകത്തോട്ട് ഇപ്പോ ഇതുപോലെയുള്ള കുഞ്ഞി ഡബിൾ സ്ട്രാൻഡഡ് RNAകൾ ചെല്ലും. അപ്പൊ അത് അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? നെമറ്റോഡ് നോക്കുമ്പോൾ നെമറ്റോഡിന്റെ ബോഡിക്കകത്തുണ്ട് ഈ RNA ഇന്റർഫിയറൻസ് മിഷനറി എന്ന് പറയുന്നത്. RNA ഇന്റർഫിയറൻസ് മിഷനറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നെമറ്റോഡ്സിനും ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ബോഡിക്കകത്ത് അവർ നോക്കിയപ്പോ ഇതുപോലുള്ള കുഞ്ഞി ആൾക്കാര്. അപ്പം ഈ നെമറ്റോഡ്സിന്റെ ഈ RNA ഇന്റർഫിയറൻസ് മിഷനറിയുടെ ഭാഗമായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സ് അത് അവരുടെ ബോഡിക്കകത്തും ഉണ്ട്. ഓക്കെ, ഈ റിസ്ക് എന്ത് ചെയ്യുന്നു? ഈ റിസ്ക് പോയിട്ട് ഇവരുമായിട്ട് ജോയിൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസ്ക് കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവരിങ്ങനത്തെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNAകളായിട്ട് മാറുന്നു, അൺബൗണ്ട് ചെയ്തിട്ട്. അറ്റ് ലാസ്റ്റ് എന്ത് സംഭവിക്കും? ഇനിയാണ് തമാശ. ഈ നെമറ്റോഡിന്റെ ബോഡിയില് mRNA ഉണ്ടാവുമല്ലോ. അതായത് നെമറ്റോഡിന്റെ ബോഡിയിൽ ഡബിൾ സ്ട്രാൻഡഡ്, ഇവിടെ വരയ്ക്കാം, നെമറ്റോഡിന്റെ ബോഡിയിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടാവും. ആ DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു mRNA ഉണ്ടാവും. ആ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാവും. ഇത് നോർമലായിട്ട് ഇപ്പോൾ വൈറസിൽ കണ്ട പോലെ അവിടെ RNA ചെയ്തു, ഇവിടെ DNA ആണ് മാത്രം. ഇതവിടെ നടക്കുന്നുണ്ടാവുമല്ലോ. ഈ ഒരു കാര്യം ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യണ്ടേ? ഈ mRNA നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ നെമറ്റോഡിന്റെ mRNA എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള siRNAയുടെ സ്ട്രാൻഡുകൾ എന്ന് പറയുന്നത് തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് കുട്ടികളെ. അതായത് ഡബിൾ സ്ട്രാൻഡ് DNA ഞാൻ കളക്ട് ചെയ്തത് ഞാൻ മുന്നേ പറഞ്ഞു എവിടുന്നാണെന്ന്, മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യോ, അതായത് നെമറ്റോഡിന്റെ തന്നെ ജീൻസിനെയാണ് ഞാൻ കളക്ട് ചെയ്തത്. അതേ ജീൻസ് വെച്ചിട്ടാണ് ഞാൻ siRNAകൾ ഇതുപോലുള്ള ഷോർട്ട് siRNAകൾ ഉണ്ടാക്കിയത്. സോ ഈ siRNAയില് 2 സ്ട്രാൻഡും എന്ന് പറയുന്നത് എന്താണ്? നെമറ്റോഡിനോട് തന്നെ, അല്ലെങ്കിൽ നെമറ്റോഡിന്റെ mRNAയുമായിട്ട് കോംപ്ലിമെന്റാരിറ്റി വരുന്നുണ്ട്. അതിൽ ഒന്നുകിൽ അത് ഈ സ്ട്രാൻഡ് ആവാം, അല്ലെങ്കിൽ ഈ സ്ട്രാൻഡ് ആവാം, അല്ലെ? siRNAയില് ഈ 2 സ്ട്രാൻഡിൽ ഏതെങ്കിലും ഒന്ന് അതിനോട് കോംപ്ലിമെന്റാരിറ്റി ഉള്ളതായിരിക്കും, അല്ലേ? കാരണം എടുത്ത ആള്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾ, അതായത് നമ്മൾ സോഴ്സ് ആയിട്ട് എടുത്തില്ലേ, ഇവിടെ സോഴ്സ് ആയിട്ട് എടുത്തത് മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യയുടെ ജീൻസ് ആണ്. ഏത് സോഴ്സ്? എന്തിന്റെ സോഴ്സ്? siRNA ഉണ്ടാക്കാൻ, പ്ലാന്റ് സെൽസിൽ siRNA ഉണ്ടാക്കാൻ നമ്മൾ എടുത്ത സോഴ്സും മെലോയിഡിഗൈൻ ജീൻസ് ആണ്. ആൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെലോയിഡിഗൈൻ ജീൻസ് ആണ്. ഒന്ന് നോക്കിയാൽ തമാശ. അതായത് അവനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല, വെച്ച് സേവ് എന്ന് പറയില്ല, അതുപോലെ ഇവിടെ മെലോയിഡിഗൈനെ തന്നെ കില്ല് ചെയ്യാൻ മെലോയിഡിഗൈന്റെ ജീൻസിനെ ഉപയോഗിക്കുകയാണ്. സോ ഈ 2 സ്ട്രാൻഡ്സിൽ ഏതെങ്കിലും ഒന്ന് കോംപ്ലിമെന്റാരിറ്റി കാണിക്കും ആരുമായിട്ട്? ഈ mRNA ആയിട്ട്. ഇത് mRNA ആണ്. ഓക്കെ, ആൻഡ് ഇത് siRNAയില് ഒരു സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രാൻഡ് ആണ്. ഇവര് തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി കാണിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? ഇവര് തമ്മിൽ കോംപ്ലിമെന്റാരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഇനി mRNAക്ക് ഒരിക്കലും പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അവിടെ ഇൻഹിബിറ്റ് ആയി പോവും. ദാറ്റ്സ് ഓൾ. അപ്പോ ഇതാണ് സംഭവം. മെഗ്നീഷ്യ അല്ല, മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യയുടെ ജീൻസ് തന്നെ എടുത്തിട്ട് നമ്മൾ ടൊബാക്കോ പ്ലാന്റ് സെൽസിന്റെ എല്ലാ സെൽസിലും, അല്ലെങ്കിൽ റൂട്ട്സിന്റെ ഭാഗത്തൊക്കെ വരുന്ന സെൽസുകളിൽ നമ്മൾ siRNAകള്, അതായത് ഇതുപോലെയുള്ള കുഞ്ഞു ഡബിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾസുകൾ ഉണ്ടാക്കി വെക്കും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾസ് ഇനി നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള നെമറ്റോഡ്സ് അത് കഴിക്കൂലോ. നെമറ്റോഡ്സ് ആ റൂട്ട്സ് കഴിക്കൂലോ. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ജനിക് ആക്കി മാറ്റിയ പ്ലാന്റ് സെൽസ് കഴിക്കാൻ വരും നെമറ്റോഡ്സ്. ഇതുപോലെ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് ഇതുപോലെയുള്ള siRNAകൾ പ്രവേശിക്കും. അവിടെ വെച്ചിട്ട് ഈ നെമറ്റോഡ്സിന്റെ ബോഡിയിൽ ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA വേണ്ടാത്തൊരു കണ്ടീഷനാണ്. സോ അവരുടെ ബോഡിയിലുള്ള റിസ്ക് എന്ന് പറയുന്ന
പ്രോട്ടീൻ കോംപ്ലക്സ് ഇതിനെ കട്ട് ചെയ്യാനും അൺവൈൻഡ് ചെയ്യാനൊക്കെ വരും. അറ്റ് ലാസ്റ്റ് ഇവർ സെപ്പറേറ്റ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡ് SIRNA ആവും. അങ്ങനെ ഈ SIRNA ആ ഒരു നെമറ്റോഡിന്റെ ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന mRNA പോയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യും, അതിനെ ടാർഗറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അങ്ങനെ അവരെ തന്നെ സ്വയം കില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായ? ഇതാണ് RNA ഇന്റർഫിയറൻസ് ഉപയോഗിച്ചിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻ ബയോടെക്നോളജി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഷോർട്ട്, സിമ്പിൾ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഡൗട്ടൊക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് പോയി വായിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും. അപ്പം സാധാരണ ഇത്രയേ ഉള്ളൂ. RNA ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലിലും കാണുന്ന ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ആണ്. അവരുടെ ബോഡിയിൽ ഏതെങ്കിലും വൈറസോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയി ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജമ്പിങ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അത് നിങ്ങൾ എന്താന്ന് പറയണ്ട, ജസ്റ്റ് പറഞ്ഞ പേര് അറിയിച്ചാൽ മതി. ഒരു വൈറസോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോസിബിൾ എലമെന്റ്സ് ജമ്പിങ് ജീൻസ് പോലെയുള്ള എലമെന്റ്സ് ഒക്കെ വരുമ്പം ആണ് നമ്മുടെ ഈ സാധാരണ യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ ഈ RNA ഇന്റർഫിയറൻസ് ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ അവർ പുറത്തേക്ക് എടുക്കാം. ആസ് എ റിസൾട്ട് അവർ ആ പർട്ടിക്കുലർ ടാർഗറ്റ് ഓർഗാനിസത്തിന് വൈറസിനെയോ അല്ലെങ്കിൽ ആ ട്രാൻസ്പോസിബിൾ എലമെന്റിനെയോ ബ്ലോക്ക് ചെയ്ത് കളയും. എസ്പെഷ്യലി അവരുടെ mRNA ബ്ലോക്ക് ചെയ്ത് കളയും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റുകൾ ഇതേ മെക്കാനിസം എടുത്ത് പ്ലാന്റിലേക്ക് കൊണ്ടുവന്നു. അതായത് ടുബാക്കോ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന നെമറ്റോഡ്സിനെ കിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. പ്ലാന്റിന്റെ ഉള്ളിൽ ഒരിക്കലും ഒരു പ്ലാന്റ് ടുബാക്കോ പ്ലാന്റിന്റെ ഉള്ളിൽ ഒരിക്കലും ഒരു നെമറ്റോഡിന്റെ mRNA കോംപ്ലിമെന്റാരിറ്റി കാണിക്കുന്ന എന്താ പറയാ ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത് ടുബാക്കോ ആണ്, ഇത് നെമറ്റോഡ് ആണ്. രണ്ട് ജീവികളാണ്. പക്ഷെ ഒരു വെക്ടർ ഉപയോഗിച്ചിട്ട് ഒരു അക്രോബാക്ടീരിയം ട്യൂബിഫേഷൻസ് ഉപയോഗിച്ച് ഒരു വെക്ടർ ഉപയോഗിച്ച് നമുക്ക് ആ പ്ലാന്റിലേക്ക് നെമറ്റോഡിന്റെ ജീൻസിനോട് തുല്യമായിട്ടുള്ള ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് RNA കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ രണ്ട് RNA ഉണ്ടാക്കും. ഓക്കെ, അതായത് ഡബിൾ സ്ട്രാൻഡഡ് RNA പോലെ ഉണ്ടാക്കുകയാണ് നമ്മൾ. അതാണ് വ്യത്യാസം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് SIRNA പോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക പ്ലാന്റ്സിനകത്ത്. ഇനി ആ നെമറ്റോഡ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കഴിക്കൂലോ. അപ്പം ഈ SIRNA അവിടെ ആ നെമറ്റോഡ്സിന്റെ ബോഡിയിലേക്ക് എൻറ്റേർഡ് ആവും. അങ്ങനെ SIRNA എന്ന് പറയുന്നത് നെമറ്റോഡ്സിന്റെ ബോഡിയിലെ റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്യും. തുടർന്ന് കുറെ റിയാക്ഷൻസ് നടന്നിട്ട് SIRNA ഇതുപോലെ സെപ്പറേറ്റ് RNA സ്ട്രാൻഡ്സ് ആയിട്ട് മാറും. അപ്പൊ അതിലെ ആ സെപ്പറേറ്റഡ് ആയിട്ടുള്ള RNA ഏതെങ്കിലും ഒരു RNA സ്ട്രാൻഡ് നമ്മുടെ നെമറ്റോഡിന്റെ mRNA കോംപ്ലിമെന്റാരിറ്റി കാണിക്കും. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന SIRNA സോഴ്സ് എന്ന് പറയുന്നത് ഒരു നെമറ്റോഡ് സ്പെസിഫിക് ജീൻസിലായതുകൊണ്ട്. ഈ കോംപ്ലിമെന്റാരിറ്റി കാണിക്കുന്ന RNA തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എന്തായിട്ടും അവസാനിക്കത് കലാശിക്കുക ഈ mRNA ട്രാൻസ്ലേഷനെ ബ്ലോക്ക് ചെയ്തൊരു റിസൾട്ടിലേക്ക് അത് എത്തിക്കും. അങ്ങനെ mRNA കിട്ടാതെ ആ നെമറ്റോഡ് ചത്തുപോകും. ഇതാണ് RNA ഇന്റർഫിയറൻസിന്റെ ആപ്ലിക്കേഷൻ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷോർട്ട് സിമ്പിൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. NCERT വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇത് മാത്രം ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സോ ഇത്രയുള്ള ഇന്നത്തെ ടോപ്പിക്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ഷെയർ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, കമന്റ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ കയറി ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഓക്കെ, സോ that's all. Thank you so much. Bye.